ഭൂതകാലത്തിൻ്റെ സംവിധായകനായ രാഹുൽ സദാശിവൻ തൻ്റെ ഭൂതകാല സിനിമയുടെ പോസ്റ്റർ ഫേസ്ബുക്കിലൂടെ റിലീസ് ചെയ്തത് ഒക്ടോബർ 4, 2021 അതേസമയം ശ്രീലേഖ ഭൂതഭവനം എന്ന് പറയുന്ന വീഡിയോ യൂട്യൂബ് റിലീസ് ചെയ്തത് 2021 ഒക്ടോബർ 10 നമുക്കറിയാം, ഷെയ്ൻ നിഗം നായകനായ ദൃഢം എന്ന് പറയുന്ന ഒരു പോലീസ് സിനിമ ജൂൺ 12 OTT റിലീസായിരിക്കുകയാണ്. ഇപ്പം ഷെയ്ൻ നിഗം നായകനായ ദൃഢം സിനിമയും അതുപോലെ തന്നെ ഷെയ്ൻ നിഗം നായകനായ ഭൂതകാല സിനിമ, ഈ രണ്ട് സിനിമകൾക്കെതിരെയും മോഷണ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJPയുടെ തിരുവനന്തപുരം കൗൺസിലറും മുൻ DGPയുമായിരുന്ന ശ്രീലേഖ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ രണ്ട് സിനിമകൾക്കെതിരെ മോഷണ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. രണ്ട് സിനിമയും തൻ്റെ കഥ മോഷ്ടിച്ച് ചെയ്തതാണെന്നാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. ശ്രീലേഖയുടെ ആരോപണം പരിശോധിക്കുകയാണെങ്കിൽ ഷെയ്ൻ നിഗം നായകനായ ദൃഢം സിനിമയും ശ്രീലേഖയുടെ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ചെറുകഥയും തമ്മിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു കഥയും അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ചാർജ് എടുക്കുന്ന SI എന്നുള്ള ഒരു സാമ്യം മാത്രമേ ഇത് രണ്ട് തമ്മിലുള്ളൂ. ഒരു സിനിമ കണ്ടെന്നുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് ഈ രണ്ട് സാമ്യം മാത്രമേ ഇത് രണ്ട് തമ്മിൽ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. അല്ലാതെ ഈ ദൃഢം സിനിമയുടെ മെയിൻ കഥയുമായിട്ട് ശ്രീലേഖയുടെ ഈ ഒരു ചെറുകഥയ്ക്ക് ഒരു സാമ്യവും ഇല്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ആരോപണം, അതായത് ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമയുടെ ടൈറ്റിലിനെ പോലും സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന തരത്തിലാണ് കുറിപ്പെഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂതകാലത്തിൻ്റെ സംവിധായകനായ രാഹുൽ സദാശിവൻ ഒക്ടോബർ 4, 2021 അതായത് 2021 ഒക്ടോബർ 4 തന്നെ പുള്ളിയുടെ ഫേസ്ബുക്കിനകത്ത് ഈ ഭൂതകാലത്തിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. പല പ്രമുഖരും അത് ഷെയർ ചെയ്തിട്ടുമുണ്ട്. അതേസമയം ശ്രീലേഖ പ്രേത വീട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തത് 2021 ഒക്ടോബർ 10 അതായത് ഭൂതകാലം എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്ത് ഒരു 6 ദിവസം കഴിഞ്ഞ ശേഷമാണ് ശ്രീലേഖ പ്രേത വീട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്ററിലെ പേര്, ശ്രീലേഖയുടെ ഈ ഒരു പേര് മോഷ്ടിച്ചതല്ല എന്ന് വ്യക്തമാണ്. പിന്നെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഓരോ വീട്ടിലും പ്രേതത്തിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടാകുന്ന തരത്തിലുള്ള കഥകൾ പണ്ട് ചെറുപ്പകാലത്ത് പോലും നമ്മുടെ മുതിർത്തച്ഛന്മാരും ഒക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കേട്ടിട്ടുള്ള കഥകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അതുമാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ സാഹിത്യരംഗത്ത് പോലും മോഷണ ആരോപണങ്ങളും അതിൻ്റെ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഇപ്പോൾ ഇത്തരത്തിലൊരു മോഷണ ആരോപണങ്ങൾ വരുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ഈ പറയുന്ന ശ്രീലേഖയുടെ പഴയ യൂട്യൂബ് ലിങ്ക് പരിശോധിച്ച് എന്താ പറയുക, എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്നൊക്കെ ആൾക്കാർ ചെക്ക് ചെയ്യും. അതുവഴി പണ്ട് ചത്തു കിടന്ന വീഡിയോ ഇപ്പോൾ വീണ്ടും ആക്റ്റീവ് ആവും. അതേസമയം ഒരു കേസ് കൊടുത്താൽ എന്തായാലും ഈ രണ്ട് സിനിമകളും തമ്മിൽ ഒരു സാമ്യവും ഇല്ല എന്നുള്ളത് വ്യക്തമായി തെളിയും. അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല.